വയനാട് ദുരന്തത്തിൽ തെരച്ചിലിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു. സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലും ഇന്ന് നടക്കും. അനൂപ് KR കൂടി മുണ്ടക്കയിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജനടക്കം സൂചിപ്പിച്ചിരുന്നു ഈ നേവിയുടെ ഹെലികോപ്റ്റർ സംവിധാനം ഉപയോഗിച്ചുള്ള 12 അംഗ സംഘത്തിന്റെ തിരച്ചിലാണ് ഈ സൂചിപ്പാറ പോത്തുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് ഇന്ന് പ്രധാനമായും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സൺറൈസ് വാലി, അതായത് ഈ പുഴ ഒഴുകിപ്പോയി ചാലിയാറിലേക്ക് പ്രവേശിക്കുന്ന മേഖലകളിലാണ്. പ്രത്യേകിച്ച് ഒരു മലഞ്ചെരിവാണ്, അതിദുർഘടമായിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടെയാണ് ഇന്ന് പ്രധാനമായും ഒരു പ്രത്യേക തെരച്ചിൽ നടത്തുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മേഖലയിൽ ഇതുവരെ തിരച്ചിൽ കാര്യമായി നടന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ആ ഭൂപ്രദേശത്തിൻ്റെ ഒരു സവിശേഷത കൊണ്ടുകൂടിയാണ്. ആ ഭാഗത്തേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് നടന്നൊന്നും അവിടേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് 8 മണിക്ക് എയർലിഫ്റ്റിംഗ് ചെയ്ത് രക്ഷാപ്രവർത്തകരെ അവിടേക്ക് എത്തിക്കുകയും അതിനുശേഷം മൃതദേഹം മറ്റോ കണ്ടെടുക്കുകയാണെങ്കിൽ വീണ്ടും ഹെലികോപ്റ്റർ എത്തി ആ മൃതശരീരങ്ങൾ കൽപ്പറ്റയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് ഒരു ക്രമീകരണം ഇന്ന് പുതുതായി സജ്ജീകരിച്ചിരിക്കുന്നത്. അതൊരു പ്രത്യേക മിഷനാണ് അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിതല യോഗത്തിലാണ് ഇങ്ങനൊരു തീരുമാനമുണ്ടായത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മേലെ പുഞ്ചിരിമറ്റവും അതോടൊപ്പം മുണ്ടക്കൈ അല്ലെങ്കിൽ ഈ താഴ്ഭാഗം ചൂരമല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ തെരച്ചിൽ വളരെ കാര്യക്ഷമമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മുന്നോട്ട് പോയിരുന്നു. കഴിഞ്ഞ ദിവസവും മൃതദേഹഭാഗങ്ങളും ഈ മേഖലകളിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് താഴോട്ടുള്ള ഭാഗത്ത് ഈ ചാലിയാറിൻ്റെ ഇരുവശങ്ങളിലും തെരച്ചിൽ നടത്തിയെങ്കിലും അതിൻ്റെ ഒരു മധ്യപ്രദേശ്, അതായത് മലപ്പുറം അതിർത്തിക്കും വയനാട് അതിർത്തിക്കും ഇടയിലുള്ള വനമേഖലകളിൽ ദുർഘടമായ സാഹചര്യങ്ങൾ ഉള്ളതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായ തെരച്ചിലുണ്ടായിരുന്നില്ല. ചില ആളുകൾ മലപ്പുറത്തുനിന്നും നിലമ്പൂരിൽ നിന്നുമെല്ലാം ഈ മേഖലകളിലേക്ക് എത്തി അവരുടേതായ രീതിയിലൊരു തെരച്ചിലും മറ്റുമാണ് നടത്തിയിരുന്നത്. ഏതായാലും അത് കൂടുതൽ ആധുനിക സജ്ജീകരണത്തോടുകൂടി ആ മേഖലകളിൽ തെരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ 8ാം ദിവസത്തിൻ്റെ പ്രത്യേകത. അതിനായി പ്രത്യേക ഹെലികോപ്റ്റർ അല്പസമയത്തിനകം 8 മണിക്ക് കൽപ്പറ്റ SKMJ സ്കൂളിൽ നിന്ന് പുറപ്പെടും. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തെരച്ചിലിൽ ഈ മേഖലകളിൽ നിന്ന് കൂടുതൽ മൃതശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ കൂടുതൽ സാധ്യതയുള്ള മേഖലകൾ നേരത്തെ തന്നെ തരം തിരിച്ചാണ് തെരച്ചിൽ ആ വിധം ക്രമീകരിച്ചിരുന്നത്. കൂടുതൽ അത്തരത്തിലുള്ള സ്പോട്ടുകൾ കണ്ടെത്തി സെക്ടറുകളാക്കി തിരിച്ചാണ് ഇന്നും തെരച്ചിൽ ഈ മേഖലയിൽ തുടരുക. അതോടൊപ്പം ഈ സ്ഥലത്ത് പ്രത്യേക തെരച്ചിൽ നടത്തുന്നതോടൊപ്പം ഈ മേഖലകളിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രത്യേക സെക്ടറുകളിൽ, മൈക്രോ സെക്ടറുകളിലൊക്കെ ഈ വിധത്തിൽ തിരച്ചിൽ നടക്കുകയും ചെയ്യും. അതിനായി നേരത്തെ തന്നെ സജ്ജീകരിച്ച പ്രത്യേക ദൗത്യ സംഘങ്ങളും വിവിധ സേനാ വിഭാഗങ്ങളുടെയും അതോടൊപ്പം ഫോറസ്റ്റിൻ്റെ ഒരു കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇന്ന് ഈ മിഷനുമായി ബന്ധപ്പെട്ട് വിവിധ സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മേഖലകളിൽ വനംവകുപ്പ് ജീവനക്കാർക്കുള്ള പരിചയമാണ്. പലതും ഇപ്പോൾ ഈ സൺറൈസ് വാലി എന്ന് പറയുന്നത് പ്രത്യേകമായി തെരച്ചിൽ നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം വനമേഖലകൾ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഒരു ദുർഘട സാഹചര്യങ്ങൾ സംബന്ധിച്ച് ഈ പുതുതായി വരുന്ന രക്ഷാപ്രവർത്തകർക്ക് അറിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രാദേശിക അറിവുള്ള ആളുകളെ പ്രത്യേകിച്ച് അതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അതിൻ്റെ തീരപ്രദേശത്തുള്ള ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ഒക്കെ ഉൾപ്പെടുത്തിയാണ് ആ മേഖലകളിൽ തെരച്ചിൽ നടത്തുന്നത്. സമാനമായ രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ചാലിയാറിൻ്റെ കരകളിലും തെരച്ചിൽ നടന്നത്. പ്രാദേശികമായ അറിവുള്ള അല്ലെങ്കിൽ ആ പുഴയും മറ്റും അറിവുള്ള മുങ്ങൽ വിദഗ്ധരെയാണ് ആ ഘട്ടത്തിൽ തിരച്ചിലിന് ഉപയോഗിച്ചത്. ഏതായാലും അത്തരത്തിൽ വളരെ ക്രിയാത്മകമായി തന്നെ 8ാം ദിവസത്തെ തെരച്ചിലും അല്പസമയത്തിനകം നടക്കും. ഈ പറഞ്ഞതുപോലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സൂചിപ്പാറയുടെ അടിവാര മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക തെരച്ചിലാണ് 8ാം ദിവസത്തിൻ്റെ പ്രത്യേകത. അനൂപ, പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ തെരച്ചിൽ പ്രത്യേകിച്ച് ചാലിയാർ അതുപോലെ തന്നെ ഈ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിന് ഈ മഴ പെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കേട്ടില്ല. അനൂപ്, അതായത് അനൂപ് നിൽക്കുന്ന പ്രദേശത്ത് മഴ പെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ അനൂപ് കുട പിടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചാലിയാർ അതുപോലെ തന്നെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലിന് ഈ കാലാവസ്ഥ ഒരു പ്രതികൂലമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ മേഖലകളിലെ തെരച്ചിൽ സ്വാഭാവികമായും ദുർഘട സാഹചര്യത്തിലാണ്. അതിൽ സ്വാഭാവികമായും ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. അത് കാലാവസ്ഥയോട് മാത്രമല്ല, ഭൂപ്രകൃതിയുടെ സവിശേഷത കൂടി അങ്ങനെയാണ്. ചെങ്കുത്തായ മലനിരകളാണ്, വലിയ പാറക്കെട്ടുകളാണ്. പലപ്പോഴും വെള്ളം പതിവിലും അധികം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മലമുകളിൽ മഴ പെയ്താൽ പെട്ടെന്ന്
വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ മേഖലകളിൽ നിന്ന് ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയ നാട്ടുകാരുൾപ്പെടെ അവിടെ കുടുങ്ങിപ്പോകുന്നതും എയർലിഫ്റ്റിംഗ് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള എയർലിഫ്റ്റിംഗ് നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ വിധത്തിൽ അതീവ ദുർഘടമാണ്. അതുകൊണ്ടാണ് ഈ പരിജ്ഞാനമുള്ള അല്ലെങ്കിൽ ഇതിൽ പ്രാഗൽഭ്യവും വൈദഗ്ധ്യവും ലഭിച്ച ഇപ്പോൾ ഇത്തരത്തിൽ തെരച്ചിലിൽ പരിശീലനം ലഭിച്ച ആളുകളെ ആ മേഖലകളിലേക്ക് കൂടുതൽ ഇറക്കുന്നത്. അത് ഈ സ്ഥലത്ത് ആ പ്രദേശത്തെ അല്ലെങ്കിൽ താഴെ നിന്നൊക്കെ നാട്ടുകാർ എത്തി തെരച്ചിൽ നടത്തുന്ന ഒരു അപകട സാധ്യത കൂടി മുന്നിൽ കണ്ടാണ്. ഏതായാലും ഹെലികോപ്റ്റർ വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള സജ്ജീകരണങ്ങളാണ് ആ രീതിയിൽ അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ പ്രദേശത്തിൻ്റെ സവിശേഷതകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ശക്തമായൊരു മഴയുടെ ഒരു സാഹചര്യമില്ലെങ്കിലും പുഞ്ചിരിമറ്റത്തും അതുപോലെ അതിൻ്റെ താഴ്വര പ്രദേശങ്ങളിലെല്ലാം ഒരു മഴ പെയ്യുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസത്തിന് വ്യത്യസ്തമായി ഇന്ന് ഉണ്ട്. ഏതായാലും അതാണ് ഒരു സാഹചര്യം. അതിശക്തമായ മഴയുടെ സാഹചര്യമില്ല എങ്കിലും ഈ മലമുകളിലെല്ലാം മഴ പെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഇന്ന് തെരച്ചിൽ നടത്താൻ പ്രധാനമായി ഉദ്ദേശിക്കുന്ന മേഖലകളിൽ ജലനിരപ്പ് ഉയരുന്നതിന് കാരണമായേക്കാം. അങ്ങനെയെങ്കിൽ അതിന് സ്വാഭാവികമായും അവിടെ നടത്തുന്ന തെരച്ചിലിന് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് അത്തരത്തിൽ ഒരു ചെങ്കുത്തായ പ്രദേശമാണ്. മുകളിൽ നിന്ന് വെള്ളം അതിശക്തമായി പതിക്കുന്ന മേഖലയാണ്. അതിന് താഴ്വാര പ്രദേശങ്ങളാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്നും അതുപോലെ തന്നെ കള്ളാടിപ്പുഴയുമെല്ലാം സംഗമിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ സ്ഥലം. അവിടെ ഈ നിലമ്പൂർ അല്ലെങ്കിൽ മലപ്പുറം വനാതിർത്തിയോട് ചേർന്ന മേഖലകളാണ്. നേരത്തെയും ഈ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിയിരുന്നു. അതായത് അവിടുത്തെ പ്രദേശത്തുകാരൊക്കെ ഈ പ്രദേശത്ത് വന്ന് അവിടെ മൃതദേഹങ്ങൾ കൂടുതൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തുകയും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മൃതശരീരഭാഗങ്ങൾ കണ്ടെത്തുകയും എല്ലാം ചെയ്തിരുന്നു. അതെല്ലാം ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ്. ഇനിയും അവിടെ മൃതദേഹങ്ങളുണ്ട് എന്ന് ആ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയ നാട്ടുകാരുൾപ്പെടെ അധികൃതരെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ ദുർഘട സാധ്യതകൾ പരിഗണിച്ചാണ് കൂടുതൽ വൈദഗ്ധ്യമുള്ളവരെ ഇന്ന് ആ മേഖലകളിലേക്ക് വിന്യസിക്കുന്നത്. നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായി. ആ ഘട്ടത്തിൽ പോലും അവിടെ ഈ വിധത്തിൽ തെരച്ചിലുകൾ നടന്നാണ്. അങ്ങനെയെങ്കിൽ ഈ മുണ്ടക്കൈ ദുരന്തത്തിലും ആ മേഖലകളിൽ മൃതശരീര ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഈ വിധത്തിൽ നടക്കും. ഇവിടെ നിന്ന് പ്രധാനമായും ഒഴുകിപ്പോകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകം ലഭിച്ച മൃതദേഹങ്ങൾ ഇവിടെ കുടുങ്ങിപ്പോയവരുടെയും മണ്ണിനടിയിൽപ്പെട്ടവരുടെയും എല്ലാമാണ്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൽ, അതായത് 2 തവണ ഈ മുണ്ടക്കൈ ഭാഗത്ത് ഉരുൾപൊട്ടി. ആദ്യ ഉരുൾപൊട്ടത്തിൽ പെട്ടവർ കൂടാതെ പിന്നീട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കയറുന്നവരും ഈ അപകടത്തിൽപ്പെട്ടിരുന്നു. അവരുൾപ്പെടെ ഈ വെള്ളത്തിലൂടെ ഒഴുകിപ്പോകാനുള്ള സാധ്യതയാണ് പ്രധാനമായും കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ആ മേഖലകളിൽ നിന്ന് മൃതശരീരഭാഗങ്ങൾ തുടർച്ചയായി കണ്ടെടുക്കുന്നതും. അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ അനിവാര്യമാണ്. ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ തെരച്ചിലിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ യോഗത്തിൽ ഈ വിധത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പ്രത്യേകിച്ച് സൂചിപ്പാറ മേഖലയിൽ നിന്ന് കഴിഞ്ഞ ദിവസവും ചില ശരീരഭാഗങ്ങൾ തെരച്ചിലിനിടെ ഈ പ്രവർത്തകർ തെരച്ചിലിനിടെ കണ്ടെത്തിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മേഖലയിൽ കൂടുതൽ വ്യാപകമായൊരു തിരച്ചിൽ എന്ന രീതിയിലേക്ക് ജില്ലാ അധികൃതർ തീരുമാനമെടുത്തത്. ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ നേരത്തെ ഉള്ളതുപോലെയല്ല, അല്പം ഈ ഒഴുകുന്ന ഈ ചെറിയ പുഴയിൽ അല്പം വെള്ളം നിറയുന്നൊരു സാഹചര്യമുണ്ട്. അത് ഈ മേഖലയിൽ തെരച്ചിലിനെ ബാധിക്കില്ല. കാര്യം ഇവിടെ നേരത്തെ തന്നെ ഈ മേഖലകളെല്ലാം തെരച്ചിൽ നടത്തിയതാണ്. ഈ വെള്ളരിമല വില്ലേജിന് സമീപത്തുള്ള ചില മേഖലകളിൽ കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടതുണ്ടെന്ന് നാട്ടുകാരുൾപ്പെടെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തുകയും മൃതശരീരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അവിടെ തന്നെ വീണ്ടും തെരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു തീരുമാനം കൂടിയുണ്ട്. അത് പ്രത്യേകിച്ച് ഈ വെള്ളരിമല വില്ലേജിന് സമീപവും വെള്ളാർമല സ്കൂളിന് തൊട്ട് സമീപത്തുള്ള പ്രദേശങ്ങളിലാണ്. അത് വിവിധ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ വലിയ തോതിൽ മണ്ണ് അടിഞ്ഞ് ചേർന്ന മേഖലകളിൽ വിവിധ ഘട്ടങ്ങളായി ആ സ്ഥലങ്ങളിൽ തെരച്ചിൽ നടന്നു വരികയും ചെയ്തിരുന്നതാണ്. അത് ഇന്നും ആ രീതിയിൽ തന്നെ തുടരാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും ഈ നമുക്ക് കാണാതായിട്ടുള്ള അല്ലെങ്കിൽ ഔദ്യോഗികമായി അത്തരം വിവരങ്ങളുള്ളവരെക്കുറിച്ച് ഇനിയും ഈ മേഖലകളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കാണാതായെന്ന ബന്ധുക്കളും ക്യാമ്പിലുള്ളവരും അതോടൊപ്പം ഈ നാട്ടുകാരുമെല്ലാം പറയുന്ന പലരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധനകൾക്ക് ഏതായാലും ആ പരിശോധനകൾ തുടരുക തന്നെ ചെയ്യും. അതോടൊപ്പം ഇത്തരത്തിൽ
കൂടുതൽ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും എത്തിച്ചുള്ള കൂടുതൽ വിദഗ്ധരെ എത്തിച്ചുള്ള പ്രത്യേക തെരച്ചിലും നടക്കും. ഇന്ന് അതിൻ്റെ 8ാം ദിവസം, ഈ ദുരന്തത്തിൻ്റെ 8ാം ദിവസം പിന്നിടുമ്പോൾ ആ രീതിയിലേക്ക് തെരച്ചിൽ കടക്കുകയാണ്. കൂടുതൽ യന്ത്രസാമഗ്രികൾ, റഡാറുകൾ, ഐബേർഡ് ഡ്രോണുകൾ തുടങ്ങിയ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് മേലെമുണ്ടക്കരയ്ക്ക് അതല്ലെങ്കിൽ പുഞ്ചിരിമറ്റം മുതൽ ചൂരൽമലയുള്ള ഭാഗങ്ങളിൽ ഇന്ന് നടക്കുക. അതോടൊപ്പം ഈ പ്രത്യേക തെരച്ചിലും ഇന്ന് ഈ മേഖലകളിൽ നടക്കും. അതാണ് പൊതുവിലുള്ള സാഹചര്യം. ഏതായാലും ഇപ്പോൾ മഴയുടെ ഒരു സാഹചര്യമാണ് ചൂരൽമലയിലും അതോടൊപ്പം മുണ്ടക്കൈ ഉൾപ്പെടുന്ന മേഖലകളിലും. അനൂപ, ഈ മുണ്ടക്കൈ അതുപോലെ ചൂരൽമല പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം കടാവർ നായ്ക്കളെ അടക്കം ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിലും നടന്നിരുന്നു. സമാന രീതിയിലുള്ള തെരച്ചിൽ ഇന്നും നടക്കുമെന്നാണോ പറയുന്നത്? സ്നിഫർ ഡോഗുകൾ നേരത്തെ തന്നെ കേരള പോലീസിൻ്റെയും അതോടൊപ്പം കേരള പോലീസിലെ ഡോഗ് സ്ക്വാഡ് അതോടൊപ്പം തന്നെ സ്നിഫർ ഡോഗുകളുടെ സംഘം തുടങ്ങിയ വിഭാഗങ്ങൾ നേരത്തെ തന്നെ ഈ തെരച്ചിൽ സജീവമായി പങ്കെടുക്കുകയും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നതാണ്. അവരുടെ ഉൾപ്പെടെയുള്ള സേവനം അല്ലെങ്കിൽ അവരുടെ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടാണ് ദൗത്യത്തിൻ്റെ 8ാം നാളും ഈ മേഖലകളിൽ തെരച്ചിൽ പുരോഗമിക്കുക. ഈ പ്രത്യേക പരിശീലനം ലഭിച്ച ഈ നായകൾ ഈ വെള്ളരിമല വില്ലേജിന് സമയത്തു നിന്നെല്ലാം കഴിഞ്ഞ ദിവസം മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിന് സഹായമായിരുന്നു. കേരള പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡിൽ നിന്ന് അവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം ചില മൃതദേഹ ഭാഗങ്ങളെല്ലാം വെള്ളരിമല വില്ലേജിന് സമീപത്തു നിന്ന് കണ്ടെത്തിയിരുന്നു. NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നേതൃത്വത്തിലാണ് അവിടെ നിന്ന് പിന്നീട് ഈ മൃതദേഹങ്ങൾ പുറത്തേക്കെടുത്തത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തും. അതിന് യാതൊരു വിധത്തിലുള്ള ഒരു പ്രായോഗിക തടസ്സങ്ങളും ഉണ്ടാവാത്ത വിധത്തിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നത്. മുഴുവൻ സമയ തിരച്ചിലിന് വിവിധ പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ, ഇനി പ്രത്യേക രജിസ്ട്രേഷൻ, അവർക്ക് ഭക്ഷണ സൗകര്യം ഉൾപ്പെടെ സുഗമമായി ലഭിക്കാനുള്ള സാഹചര്യം, സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം സുഗമമായി ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ കാര്യക്ഷമമായി സജ്ജീകരിച്ചാണ് തെരച്ചിലിൻ്റെ 8ാം നാളും തെരച്ചിൽ ഇവിടെ നടക്കുക. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം അല്പസമയത്തിനകം ഈ തെരച്ചിൽ പുനരാരംഭിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും അല്പസമയത്തിനകം ആരംഭിക്കും. അതിനായി ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടുമുണ്ട്. കൂടുതൽ യന്ത്രസാമഗ്രികൾ ആവശ്യമെങ്കിൽ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ മേലെമുണ്ടക്കയിലൊക്കെ ഏതാണ്ട് പൂർണ്ണമായും മണ്ണെടുത്തു മാറ്റിയുള്ള തെരച്ചിലൊക്കെ നടത്തി എങ്കിലും അവിടെ നിന്നെല്ലാം കാണാതായിട്ടുള്ള അനൂപ്, ഒരു കാര്യം കൂടി, ഈ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ 8 മണിയോടെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സമാന രീതിയിൽ ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ പ്രദേശങ്ങളിൽ പതിവ് പോലെ 7 മണിക്ക് തന്നെ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 7 മണിയോടുകൂടി തന്നെ ഈ മേഖലകളിൽ തെരച്ചിൽ ആരംഭിക്കും. അതിനായുള്ള രക്ഷാപ്രവർത്തകർ താഴ്ഭാഗത്ത് നിന്ന് ഈ മേഖലകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ സേനകളുടെ മിലിറ്ററിയുടെയും മറ്റും മിലിറ്ററി നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അവർ വിവിധ മേഖലകളിൽ അവരെ വിന്യസിക്കാനുള്ള ശ്രമം ഉന്നത അധികാരികൾ നടത്തുകയാണ്. സൈന്യത്തെ ഇന്ന് പ്രധാനമായും വിന്യസിക്കുക ഈ മേഖലയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ മൃതദേഹ ലഭിക്കാനുള്ള സാധ്യതകൾ കണക്കാക്കിയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. അതോടൊപ്പം ദുർഘട മേഖലയിൽ പ്രത്യേകിച്ച് പുഞ്ചിരിമറ്റം പോലുള്ള തുടർ അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അത്തരം മലഞ്ചെരുവുകളിലെല്ലാം സൈന്യത്തിൻ്റെ തെരച്ചിൽ നടക്കും. ഏറ്റവും മുകൾ ഭാഗത്ത് ഉള്ള തെരച്ചിൽ മറ്റ് കാര്യമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ താഴ്വാര മേഖലകളിലാണ് ഇന്ന് ശരി, വ്യക്തമാണ്. എന്തായാലും ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ പ്രദേശങ്ങളിലെ തെരച്ചിൽ 7 മണിയോടെ തന്നെ ആരംഭിക്കുമെന്നാണ് അനൂപ് പറഞ്ഞു വെക്കുന്നത്.